എൻ്റെ പേര് സൽമാൻ, ഞാൻ കാരാപറമ്പ്. ഒരുപാട് രീതിയിൽ മദ്യപാനങ്ങളും മറ്റു തോന്നിയാസങ്ങളും മറ്റു ഒരു നിലക്കും കുടുംബത്തിനോ സമൂഹത്തിനോ നന്നാക്കാൻ കഴിയാത്ത പല ആളുകളെയും ഇസ്ലാമിക സംസ്കാരത്തിലേക്കും നമസ്കാരങ്ങൾ അതുപോലെ നോമ്പ് ഇങ്ങനെ പുണ്യകർമ്മങ്ങളിലേക്കും കൊണ്ടുവരാൻ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആ നന്മ ചെയ്യുന്ന ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് എന്തുകൊണ്ട് നമ്മൾ വിമർശിക്കപ്പെടുന്നു? തബ്ലീഗ് ജമാഅത്തുകളുടെ പ്രവർത്തനം കാരണമായി പല ആളുകളും പല തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നു. ശരിയാണ്, നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തബ്ലീഗിൻ്റെ പ്രവർത്തനം മാത്രമല്ല, പല കാരണങ്ങളാൽ ആളുകൾ തിന്മയിൽ നിന്ന് മാറിക്കലുണ്ട്. മദ്യപാനം ഒഴിവാക്കുന്ന ആളുകൾ, പലിശ ഒഴിവാക്കുന്ന ആളുകൾ, അവർക്കൊക്കെ എല്ലാവരും ഒഴിവാക്കുന്നത് തബ്ലീഗ് കൊണ്ട് മാത്രമൊന്നുമില്ല. ചില ആൾക്ക് അസുഖം വരുമ്പോഴാണ് ഡോക്ടർ പറയും ഇത് നിർത്തിയില്ലെങ്കിൽ ചികിത്സിച്ചിട്ട് കാര്യമില്ല, അപ്പോൾ അവസാനിപ്പിക്കും. അതിലിപ്പോൾ ആ ഡോക്ടർ ഇനി പറഞ്ഞൊക്കെ നമുക്ക് സ്വീകരിക്കാറില്ലല്ലോ. ആ പറഞ്ഞ കാര്യം ഒക്കെ നല്ല കാര്യമാണ്. ചില തിന്മകൾ ഒഴിവാകാൻ ഒരു പക്ഷേ ഇതൊരു കാരണമായി മാറും. അത് മാത്രമല്ല, പല സംഘടനകൾക്കും അങ്ങനെ കുറേ നന്മകളുണ്ടാവും. ഏത് സംഘടനയും പ്രവർത്തനങ്ങൾ കൊണ്ട് പല ആളുകൾക്കും പല നന്മകൾ ലഭിക്കുകയും പല തിന്മകൾ അവർ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ടാകും, സ്വാഭാവികമാണ്. ജാടത്തൊക്കെ പോയിട്ട് തക്കവ കൂടാൻ മനുഷ്യന്മാരുണ്ട്. പക്ഷെ ആ തക്കവ കപട തക്കവേതുള്ളൂ. മുടങ്ങാതെ അവിടെ പോയി കൃത്യമായി ജാടത്തുകൾ കയറുമ്പോഴേക്ക് ഓരോ തുണിയൊക്കെ ഉണ്ട് കയറും ജലാണ്ട് മേപ്പെട്ട്. അതുവരെ താഴെയാണെങ്കിലും ജാടത്തിൽ അടുത്തെത്തുമ്പോൾ തുണിയൊക്കെ കയറ്റി കൊടുത്ത് ഒരു ടവലൊക്കെ മടിയിൽ എടുത്ത് തലയിൽ കെട്ടിയിട്ടേ ഓരോ അങ്ങനെ കയറുള്ളൂ. അല്ല, അവനൊരു തക്കവയായിട്ടാണ് ഓൻ കണക്കാക്കുന്നത്. നിസ്കരിക്കാൻ പള്ളിയിൽ പോയില്ലെങ്കിലും ഓൻ മുടങ്ങാതെ വ്യാഴാഴ്ച അവിടെ സ്ഥലത്തിന് മുമ്പുറത്തേക്ക് എത്തും. അപ്പം ചില തിന്മകൾ ചില ഒഴിവാക്കി എന്നുകൊണ്ട് മാത്രം കാര്യമായില്ല, നാം അതിന് ചെറുതായി കാണില്ല. പക്ഷെ ഒരാൾ നന്നാവുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനം എന്താ? നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താ അടിസ്ഥാനം? അപ്പം നമ്മുടെ നാട്ടിൽ ഒരു പുതിയ വിവാദം ഉണ്ടായല്ലോ. CM ഒരു പടച്ചോനാണ് എന്ന് പെരിന്തൽമണ്ണ ചങ്ങായി പാട്ടുണ്ടാക്കി. പേരുസ്താദ് പറഞ്ഞു, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്തു പോയി അയാളെ ഭാര്യ പിന്നെ ഹറാമായി, അയാളെ മക്കളെ കെട്ടിക്കുമ്പോൾ അയാൾ വലിയാകാൻ പറ്റൂല, മരിച്ചാൽ മൈ നിസ്കരിക്കാൻ പറ്റൂല, മുസ്ലിങ്ങൾ കബർസ്ഥാനിൽ മറ ചെയ്യാൻ പറ്റൂല. നമ്മുടെയൊക്കെ മുഖാമുഖങ്ങളിൽ സ്ഥിരമായി ചോദ്യം ചോദിക്കാൻ വന്നിരുന്ന പേരുസ്താദ് അടക്കമുള്ള ആളുകളുടെ ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ വന്നിരുന്ന ഒരാളുടെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇന്ന് കണ്ടു. അദ്ദേഹം അതിൽ ചോദിക്കുന്നത്, എന്താ നമ്മളെ ഉസ്താദന്മാർക്ക് പറ്റിയത്? CM ഒരു പഠിച്ചോളാൻ പറഞ്ഞാൽ എങ്ങനെ ഇപ്പം ശിർക്കാകാം? അല്ല കൊടുത്ത കഴിവുകൊണ്ടല്ലേ എന്നാ. അല്ല കൊടുത്ത കഴിവുകൊണ്ടാണ് വിശ്വസിച്ചാൽ പിന്നെ ശിർക്ക് വരിക എന്നല്ലേ നിങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്? ഇപ്പം നിങ്ങൾ പറയാ ഇത് ശിർക്കാണ് എന്ന്, ഇത് ശരിയല്ല. അവിടെ നിങ്ങളും കുറച്ച് വഹാബിക്ക് പോയിട്ടുണ്ട്, ഉസ്താദന്മാരെ എന്ത് പറ്റി കൽക്കുന്ന മൂപ്പർ വയ്ക്കുന്നത്. അപ്പോൾ ഒരാൾ നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താ അടിസ്ഥാനം? നന്മയുടെ അസ്ല് വിശ്വാസമാണ്. ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദാണ്, അടിവേര് തൗഹീദാണ്. എത്ര വലിയ വടവൃക്ഷമാണെങ്കിലും അടിവേരില്ലെങ്കിൽ കല്യാണപ്പന്തലിന് മുമ്പിൽ നാട്ടിയ വാഴ പോലെ ഇരിക്കും. ഉച്ചവരെ ഉഷാർ നിൽക്കും, പിന്നെ അങ്ങനെ വാടി തുറക്കും, വൈകുന്നേരം പഴിക്കത് കഴിഞ്ഞു. ആ കൊല പിന്നെ മൂക്കൂല, പിന്നെ വളർന്നുണ്ടാവില്ല. കാരണം അടിവേരില്ല. അടിവേരില്ലാത്തത് എത്ര ഉഷാറായി പുറത്തേക്ക് കണ്ടാലും അത് നിലനിൽപ്പില്ല. ഇസ്ലാമിൻ്റെ അടിവേര് തൗഹീദാണ്. ആ തൗഹീദ്, ആ വിശ്വാസകാര്യങ്ങൾ കൃത്യമല്ലേ, അതിനു മീതെ കെട്ടിപ്പടുക്കുന്ന ഏത് നന്മകളും സ്വീകാര്യമല്ലാണ്. അല്ലാഹു തആല നബിയോടാണ് പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 65-ാമത്തെ ആയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്, പാപം ചെയ്യാത്തവരാണ്, തെറ്റുപറ്റാത്തവരാണ്. ആ നബിയോട് അല്ലാഹു തആല പറയുന്ന, നബിയെ താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കളുടെ എല്ലാ അമലും ബാത്തിലാകും. വിശുദ്ധ ഖുർആൻ 25 അമ്പിയാക്കളെ പേരുണ്ട്. അതിൽ 18 അമ്പിയാവിന്റെ പേര് ഒന്നിച്ചു പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിലെ 80 മുതൽ 86 വരെയുള്ള ആയത്തുകളിൽ 18 പ്രവാചകന്മാരെ പേരുകൾ എണ്ണി ഇങ്ങനെ പറയുന്ന പോലെ കാണാൻ കഴിയും. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയാക്കളൊക്കെ മാതൃകയാക്കിയ അവരെ പിതാക്കന്മാരും മക്കളും അടക്കമുള്ള ആളുകളെ കുറിച്ച് പരാമർശം കാണാം. 88-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇവരാര് ശിർക്ക് ചെയ്താലും ശരി, അവിടെ അമലെല്ലാം നിഷ്ഫലമാണ്. ഒരാൾ നന്നാവുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നന്നാവൽ അടിവേര് പച്ചപിടിക്കലാണ്. അടിവേര് ഉണങ്ങിയതൊന്ന് നല്ല പൂവുണ്ടല്ലോ, ഇഷ്ടം പോലെ കായുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ കായക്ക് പ്രസക്തിയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ കായ ഉണങ്ങി അത് വാടിക്കഴിഞ്ഞ്
താഴെ വീണ് കൊമ്പും ചുള്ളിയും ഉണങ്ങി അടുത്തൊരു കാറ്റിൽ നിലംപൊത്താനുള്ളതാണ്. എത്ര വലിയ വടവൃക്ഷമാണെങ്കിലും ശരി, അടിവേരില്ലെങ്കിൽ. ഇസ്ലാമിന്റെ അടിത്തറ വിശ്വാസമാണ്. ആ വിശ്വാസ മേഖലയിൽ തബ്ലീഗ് ജമാഅത്തിന് യാതൊരു ശ്രദ്ധയുമില്ല. അവരത് പഠിപ്പിക്കുന്നില്ല, അത് പരിഗണിക്കുന്നില്ല, അത് ഗൗനിക്കുന്നില്ല എന്നതാണ് ഇവിടെ നേരത്തെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. വർഷങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ കൂടെ സഞ്ചരിച്ച ആളോട് പോലും വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വെച്ചാൽ നിലപാട് അവർക്കില്ല, അവരോട്ട് പറയുകയുമില്ല. അതൊരു വലിയ അപകടം തന്നെയാണ്. മദ്യപാനം അവസാനിപ്പിച്ചിട്ടുണ്ടാവും, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. അത് വെച്ച് മാത്രം ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എല്ലാം ശരിയാണെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. അതേപോലെ വിശ്വാസരംഗം, ഈ അടിവേര്, അതാണ് ജീവൻ, അതാണ് അടിത്തറ. ജീവൻ പോയാൽ ബാക്കിയെല്ലാം നിഷ്ഫലമായല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ നിമിഷം എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ കയ്യും കാലും കണ്ണും കാലൊന്നും യാതൊരു ഉപകാരവുമില്ല. എന്നാൽ ജീവനുണ്ട്, കയ്യും കാലും മുറിഞ്ഞു പോയാൽ പോലും അയാളെ കൊണ്ട് മറ്റു പലതും ചെയ്യാൻ കഴിയുകയും ചെയ്യും. ജീവൻ തൗഹീദാണ്, ജീവൻ വിശ്വാസമാണ്. ആ ജീവൻ നഷ്ടമായാൽ പിന്നെ ബാക്കിയെല്ലാം നിഷ്ഫലമാണ്. ശിർക്ക് സംഭവിച്ചാൽ സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്, എല്ലാ അമലും ബാത്തിലാണ്, ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്, അത് വിദൂരമായ വഴികേടാണ്. അവന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം പോലും, ആ പ്രാർത്ഥന പോലും സ്വീകാര്യമല്ല എന്നാണ്. ഇമാം മുസ്ലിം ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന, നബി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രികുന ബില്ലാഹി ഷൈഅ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. മുസ്ലിമായ മനുഷ്യൻ മരിച്ച് അയാൾക്ക് വേണ്ടി 40 ആളുകൾ നിസ്കരിച്ചാൽ, ആ 40 ആളായാൽ പോരാ, ലാ യുശ്രികുന ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത ശിർക്കില്ലാത്ത 40 ആൾ നിസ്കരിച്ചാൽ, അഥവാ നിസ്കരിക്കാൻ വേണ്ട കൂട്ടത്തിൽ ശിർക്കുകൾ ഉണ്ടാകും എന്നാണ് ഈ ഹദീസിന്റെ മറുവശം. ആ മുസ്ലിമീങ്ങളാണ് ഇപ്പോൾ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. മയ്യിത്ത് നിസ്കരിക്കാൻ വരുവാരാ? മുസ്ലിമീങ്ങളാണ്. നബി തങ്ങൾ പറയാം ശിർക്കില്ലാത്ത 40 ആൾ നിസ്കരിച്ചാൽ. അപ്പൊ ശിർക്കുള്ളവനും നിസ്കരിക്കാൻ പറ്റുന്ന കൂട്ടത്തിലുണ്ട്, നിസ്കരിക്കുന്ന ആളുകളും ശിർക്കുള്ളവരുണ്ട് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ 40 ആൾ നിസ്കരിച്ചാൽ അവരുടെ പ്രാർത്ഥന അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹു റഹ്മഹു എന്ന ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം കൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായി എന്നുകൊണ്ട് മാത്രം അവിടെ എല്ലാം ശരിയാണ് എന്നില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊന്നുന്ന മതസംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വേറൊന്നും ചെയ്യൂല, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, ജനപ്രിയ കാര്യങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവരും ഒരു നല്ല ഉഷാറ, എത്രയാണ് ചെയ്യണത്, ആ ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷേ അസുര ശരിയല്ലേ, ഇതൊന്നും സ്വീകാര്യമല്ല. അടിവേരില്ലേ, ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ടത്. ലോകത്ത് വന്ന വ്യത്യസ്തമായ സംഘങ്ങൾ, ഖവാരിജുകൾ, ഷിയാക്കൾ, മുഅ്തസിലികൾ, ജഹ്മികൾ, ജബരികൾ, ഖദരികൾ തുടങ്ങിയ വ്യത്യസ്തമായ സംഘങ്ങൾ, അവരിൽ പലരും തഖ്വയിൽ, ഇബാദത്തുകളിൽ, അഅ്മാലുകളിൽ വലിയ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആളുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ മുത്തഖീങ്ങൾ ഖവാരിജുകളായിരുന്നു. അപ്പുറത്തേക്ക് ഖവാരിജുകളുമായി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നെഹ്റുവാനിൽ വെച്ച് യുദ്ധം ചെയ്തു. യുദ്ധത്തിന് തലേന്ന് ഈ ഖവാരിജുകളുടെ യുദ്ധ ടെന്റുകൾ എന്താണ് നീക്കങ്ങൾ എന്നറിയാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി ആള് പോയപ്പോൾ കണ്ട കാഴ്ച, രാത്രി ഒരാൾ പോലും ഉറങ്ങാതെ എല്ലാവരും സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിലെ വിജയത്തിന് വേണ്ടി. നബി തങ്ങൾ തന്നെ പറഞ്ഞു, തഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹി, നിങ്ങളൊക്കെ നിസ്കാരം അവരുടെ നിസ്കാരവുമായി താരതമ്യം ചെയ്താൽ നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായിരിക്കും. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളാണ് ഖവാരിജുകൾ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും കൂടെ കമ്പയർ ചെയ്താൽ നിങ്ങളുടെ നോമ്പ് നിസ്സാരമായിരിക്കും. അതിനേക്കാൾ നോമ്പ് നോക്കുന്ന മനുഷ്യന്മാരാണ് അവർ. അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ തൊണ്ടക്കുഴിന്ന് പുറത്തേക്ക് താഴോട്ടിറങ്ങയില്ല. അവസാന നബി തങ്ങൾ പറഞ്ഞു, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിർ റമിയ്യ, ഒരു വേട്ടമൃഗത്തിലേക്ക് ഒരു അമ്പ് തറച്ച് ആ അമ്പ് എപ്രകാരം പുറത്തേക്ക് പോകുന്നുവോ അതുപോലെ അവന് മതത്തുനിന്ന് പുറത്തു പോകുമെന്നാണ് ഖവാരിജിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്. വലിയ ഭക്തന്മാരായിരുന്നു. അവർ അടിസ്ഥാന വിശ്വാസ പ്രകാരം വൻ പാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. വ്യഭിചരിച്ച കാഫിറാകും, മോഷ്ടിച്ച കാഫിറാകും, പലിശ വാങ്ങിയ കാഫിറാകും. വൻ പാപങ്ങൾ ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഒരു വൻ പാപം ചെയ്യാതെ ജീവിതം ശുദ്ധീകരിച്ച ആളുകളായിരുന്നു അവർ. അവരുമായി യുദ്ധം ചെയ്യുന്നിടത്ത് പോലും സ്വഹാബിമാർ അടക്കമുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെ ഈ മനുഷ്യന്മാർ ഏറ്റുമുട്ടുക, ഇത്രയും തഖ്വയുള്ള, ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന, ഇങ്ങനെ ഖുർആൻ ഓതുന്ന ഇത്രയും ഭക്തന്മാർ ഇവരോട് യുദ്ധം ചെയ്യുകയോ എന്ന സംശയം വരെ സ്വഹാബിമാർ പരസ്പരം ഉന്നയിക്കുകയും നബി തങ്ങളിൽ നിന്ന് താൻ കേട്ട ഹദീസ്
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിസ്കാരം ഭയങ്കരമായിരിക്കും, നോമ്പ് ഭയങ്കരമായിരിക്കും, നബി തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അവരുമായി നിങ്ങൾ ഏറ്റുമുട്ടണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസ് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു കൊടുക്കുകയും ആ ധൈര്യമാണ് സ്വഹാബത്തിന് പിന്നെ ഏറ്റുമുട്ടാനുണ്ടായത്. ഷിയാക്കൾ വലിയ ഭക്തന്മാർ ലോകത്തുണ്ട്. മുഹറം 10 വെറുതെ ഷിയാക്കളെ ചാനൽ കയറിയൊക്കെ കാണാം. യാ അലി എന്ന് വിളിച്ചിട്ട് നെഞ്ഞത്തടിച്ചിട്ട് രക്തമൊന്നാകെ ഒലിച്ച് എത്ര മനുഷ്യന്മാരാ അവിടെ മരിച്ചു വീണത്. ഓരോ കണക്കിന് ഷഹീദാണ് അതൊക്കെ. എന്താ പോലെ തഖ്വ, എന്താണ് അവരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മുഅ്തസിലിയാക്കൾ പ്രമാണങ്ങളെക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുകയും യുക്തിയോട് യോജിക്കാത്ത ഹദീസ് മുഴുവൻ തള്ളുകയും ചെയ്തതാണ് മുഅ്തസിലിയാക്കൾ. പക്ഷെ എന്തിനാ തള്ളിയതറിയോ? ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ദീനിനെതിരെ വിമർശനങ്ങൾ വന്നപ്പോൾ പല ഹദീസുകൾക്കും കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്നാ ദീൻ നിലക്കും വേണം. ആ ഇഖ്ലാസ് കൊണ്ടാണ് അവർ പല ഹദീസും തള്ളിയത്. ആ മുഅ്തസിലിയാക്കളെ ഗണ്ണിക്കാമെന്നവരാണ് അശ്അരികൾ. മുഅ്തസിലിയാക്കളെ യുക്തി വെച്ച് ഹദീസ് തള്ളിയപ്പോൾ യുക്തി വെച്ചുകൊണ്ട് അവർക്ക് മറുപടി കൊടുത്തവരാ അശ്അരികൾ. പക്ഷെ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ ലോകത്ത് വന്ന പല സംഘങ്ങളെയും ചരിത്രമെടുത്താൽ ഓരാരും എല്ലാ വിഷയത്തിലും പഴിച്ചുപോയി വളരെ മോശക്കാരായി നടന്നവരല്ല അവരാരും. ഒരു പോയിന്റിൽ പിഴക്കും, അതൊരു വലിയ അഖീദയുടെ വിഷയമായിരിക്കും, അത് വമ്പൻ അബദ്ധമായിരിക്കും. ഇമാം അഹ്മദിന്റെ ചരിത്രം ഞാൻ സൂചിപ്പിച്ചു. ഖുർആൻ മഖ്ലൂഖാണോ കലാമാണോ, അതാണ് വലിയ ഇന്നിപ്പം പറയുന്നത്. എന്താ മഖ്ലൂഖ് കലാം എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ പച്ചപ്പാണ്ടാക്കുന്നത് എന്നല്ല എന്ന് സാധാരണക്കാരൻ ചോദിക്കാം. 70-ാമത്തെ വയസ്സിൽ ഇമാം അഹ്മദ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് പറഞ്ഞതിനാണ്. അള്ളാന്റെ കലാമാണ് ഖുർആൻ, മഖ്ലൂഖ് അല്ല എന്ന് പറഞ്ഞതിനാണ് 70 വയസ്സ് പ്രായം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ജയിലിൽ കൊണ്ടുപോകുന്നത്. 2.5 വർഷം ജയിലിൽ കിടന്നത്, പരസ്യമായി ജുമുഅയ്ക്ക് പള്ളിയുടെ പുറത്ത് വെച്ച് ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ടത്, അടിച്ചടിച്ച് അവസാനം ബോധരഹിതനായ അദ്ദേഹം നിലത്ത് വീണത്, ശരീരത്തിന് പല ഭാഗത്തും മാംസങ്ങൾ പൊട്ടിച്ചിതറി പുറത്തേക്ക് തൂങ്ങിക്കിടന്നത്. എന്തിനാ? ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അല്ല, സൃഷ്ടിയാണ് എന്ന് അവിടുത്തെ രാജ്യത്തെ ഔദ്യോഗിക നിയമം. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണ്, കലാം എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? ഓരോ വാദം കലാമാണെന്ന് പറഞ്ഞാൽ കലാം സംസാരമാണല്ലോ. അപ്പൊ അള്ളാന്റെ സംസാരം എന്ന് പറയണമെങ്കിൽ അതിന് അക്ഷരം ഉണ്ടാകോ, അതിന് ശബ്ദം ഉണ്ടാകോ? അപ്പൊ എങ്ങനെയാ അള്ളാന്റെ ശബ്ദം പുറത്തേക്ക് വരിക? അപ്പൊ അള്ളാഹ്ക്ക് ഹൃദയം ഉണ്ടോ? അപ്പൊ അള്ളാഹ്ക്ക് ലിവർ ഉണ്ടോ? അള്ളാഹ്ക്ക് കിഡ്നി ഉണ്ടോ? ഇതൊക്കെ പാട് ആലോചിച്ചിട്ടാണ് അള്ളാന്റെ കലാം എന്ന് പറയാൻ പറ്റൂല തീരുമാനിച്ചത്. കലാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൃഷ്ടികളെ പോലാക്കി അവിടെ അള്ളാന്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് ഇവിടെ വിധി എഴുതിയത്. രാജ്യത്തെ ഔദ്യോഗിക നയമായി ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണ് എന്ന വിശ്വാസം വന്നു. ഇമാം അഹ്മദ് ശക്തമായി രംഗത്തിറങ്ങി അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ല, ഖുർആൻ അള്ളാന്റെ കലാമാണ്, മഖ്ലൂഖ് അല്ല. കാരണം മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ദുആ ചെയ്തതിൽ കാണാം, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാന്റെ കലിമാത്തുകളെ കൊണ്ട് നബിതങ്ങൾ കാവൽ തേടി. ആ കലിമാത്ത് സൃഷ്ടിയാണ് എന്ന് വന്നാൽ നബിതങ്ങൾ സൃഷ്ടിയോട് കാവൽ തേടി പറയേണ്ടി വരും, അത് പറയാൻ പറ്റൂല. അപ്പം നബി ശിർക്ക് ചെയ്തതാവും. നബിതങ്ങൾ സൃഷ്ടിയോട് കാവലിനെ തേടൂല. അതുകൊണ്ട് ഖുർആൻ അള്ളാന്റെ കലാമാണ്, മഖ്ലൂഖ് അല്ല. അതിനർത്ഥം ആ മുഅ്തസിലിയാക്കൾ എല്ലാത്തിനും മോശമായിരുന്നു അല്ല. ഈ വിഷയത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായ നിലപാടെടുത്തു. ഇമാം അഹ്മദിനെ ആ കോലത്തിൽ പീഡിപ്പിക്കണമെങ്കിൽ എത്ര ഇഖ്ലാസ് ഒലിക്ക് വേണം? ഞാൻ അതൊന്നും വേണ്ട, ഞങ്ങൾ മക്കത്തെ മുസ്ലിക്കിനെ നോക്കുക. മക്കത്തെ മുസ്ലിക്കീങ്ങൾ ഒരു മുസ്ലിക്ക നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ, എല്ലാവരും സമ്മതിക്കുന്നു ഒരു മുസ്ലിക്കാണ്. മക്കത്തെ മുസ്ലിക്കീങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ സ്വീകരിച്ച രീതി എന്താ? അവർ നഗ്നരായിട്ട് തവാഫ് ചെയ്യാം. ഒരു നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും പൂർണ്ണ നഗ്നരായി തവാഫ് ചെയ്യാൻ വരുന്നു. എന്താ കാരണം എന്നറിയോ? നമ്മൾ ധരിച്ച വസ്ത്രം, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ പല വേണ്ടാത്തരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാപങ്ങൾ ചെയ്തപ്പോൾ ധരിച്ച വസ്ത്രവുമായി തവാഫ് ചെയ്യാൻ വന്നാൽ ആ തവാഫ് അല്ലാഹ് സ്വീകരിക്കൂല. എന്നാ അല്ലാത്ത വസ്ത്രം ഉടുക്കാനോ അവരെ കൈവശം ഇല്ലതാനും. അപ്പൊ തീരുമാനിച്ച് എന്താ പിന്നെ വസ്ത്രം വേണ്ടാന്നാ. അഴിച്ചിട്ട് ഒരു നാട്ടിൽ മൊത്തം അഴിച്ചിട്ട് തവാഫ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എത്ര ഇഖ്ലാസ് വേണം? അവസാനം തീരുമാനിച്ചുന്ന പുരുഷന്മാർ പകലും സ്ത്രീകൾ രാത്രിയും. അങ്ങനെ അല്ലാഹ് ഖുർആൻ ആയത്തിറക്കിയത്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. സൂറത്തുൽ അറാഫിലെ വചനം. പള്ളിയുടെ സമീപത്ത് നിങ്ങൾ വസ്ത്രം സ്വീകരിക്കണം എന്ന ആയത്തിറങ്ങിയത് ആ വിഷയവുമായി ബന്ധപ്പെടുത്തുക. എത്ര പോലെ ഇഖ്ലാസ്. അപ്പൊ ഇഖ്ലാസ് ഉണ്ട്, പുറത്തേക്ക് നല്ല കുറെ കാട്ടിക്കുട്ടലുണ്ട്, 2 കയ്യിനെ പിടിച്ച് അസ്സലാമു അലൈക്കും എന്താ അയാളൊരു തഖ്വ എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ബാക്കിയെല്ലാം ശരിയാവണമെന്നില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഹാദാ വല്ലാഹു അഅലം.